ഇവിടെയിൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. അമേരിക്ക വീണ്ടും ഇറാൻ്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നും നാളെയും ആക്രമണം തുടരുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് ആക്രമണങ്ങൾ നടത്തിയത്, എന്താണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ, അതാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ഉക്രൈനിലെ സെലൻസ്കി പാരീസിലാണ്. പാരീസിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസും ഉക്രൈനും തമ്മിലുള്ള ബന്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്പീച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസ് ഉക്രൈന് സ്കാൽപ്പ് മിസൈൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. 2028 ഫ്രാൻസും ഉക്രൈനും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഉക്രൈൻ്റെ ഉള്ളിൽ സ്കാൽപ്പ് മിസൈലിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 90 ബില്യൺ യൂറോ ഉക്രൈന് എയ്ഡ് കൊടുക്കാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടിയിട്ട്, പ്രത്യേകിച്ച് ഫ്രാൻസ്, UK, ജർമ്മനി ഈ രാജ്യങ്ങളൊക്കെ ഒത്തുചേർന്ന് ഇടയ്ക്കിടയ്ക്ക് ഉക്രൈൻ ഇങ്ങനെ പണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ജർമ്മനിക്കുള്ളിൽ ഒരു വിയോജിപ്പ്, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി, ഓപ്പോസിഷൻ എല്ലാം തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വോക്സ് വാഗൻ എന്ന് പറഞ്ഞ കമ്പനി, ജർമ്മനിയുടെ വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയാണത്. വലിയ കമ്പനിയാണ്. BMW, വോൾവോ ഇതെല്ലാം തന്നെ പാർട്ട്ണർഷിപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെയിൻ കമ്പനിയാണ് വോക്സ് വാഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് 1 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ വിതിൻ 1 മന്തിൽ ഇത് സംഭവിക്കാൻ പോവാണ്. അപ്പം ജർമ്മനിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിൽ പോലും അംഗമല്ലാത്തൊരു രാജ്യത്തിന് 90 ബില്യൺ 120 ബില്യൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് വരുന്നത്? ഇത് ശരിക്കും ജർമ്മനിയോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അസർബൈജാൻ പ്രസിഡന്റ് അലിയവ് പറഞ്ഞിരിക്കുന്നത് അർമേനിയയുമായിട്ടും അതുപോലെ തന്നെ ഉക്രൈനുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. 2 രാജ്യങ്ങൾക്കും കയറ്റുമതി തകൃതിയായിട്ട് നടത്താൻ അസർബൈജാൻ ഒരുക്കമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തുർക്കിയുടെ ഒരു ട്രാപ്പിൽ നിന്നും അലിയവ് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള പോളിസിയാണ് കൊണ്ടുവരുന്നത്. അർമേനിയയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. മാലിക്കുള്ളിൽ ശരിക്കും ഈ സഹേൽ ഏരിയയിൽ, സഹേൽ റീജിയൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, ആഫ്രിക്കയിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ സഹാറ മരുഭൂമി തൊട്ട് ഇങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു റീജിയനാണ് സഹേൽ റീജിയൻ. ഈ സഹേൽ റീജിയൻ്റെ പാർട്ടായിരുന്നു മൊറോക്കോ ഇപ്പം ഞാൻ സഹേലിൻ്റെ പാർട്ടല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മരുഭൂമിയുടെ ഭാഗം തൊട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ റീജിയനിൽ നീണ്ടു നിവർന്ന് ഇപ്പുറത്തെ റെഡ് സീ വരെ പോകുന്ന ആ ഒരു ഏരിയയാണ് സഹേൽ റീജിയൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് മാലി, ബുർക്കിന ഫാസോ, നൈജർ എന്ന് പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇതിൽപ്പെടും. അപ്പോൾ ഇതിനകത്ത് മാലിയുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റഷ്യയുടെ വെഗ്നർ, അതേപോലെ തന്നെ മെർസനറി ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ് വളരെയധികം മാലി ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ആ മേഖലയിൽ. അപ്പോൾ അവിടെ തീവ്രവാദികൾ ഒരു മിലിറ്ററി കോൺവോയ്ക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ വാഹനം പൊട്ടിത്തെറിച്ച് ഏതാണ്ട് 100 മുതൽ 200 മാലി മിലിറ്ററി ഉദ്യോഗസ്ഥർ, ഇൻക്ലൂഡിങ് റഷ്യൻ മേസനറി ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന സോൾജേഴ്സ് വരെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് 200 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. തീവ്രവാദ ആക്രമണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ വെച്ചിട്ട് നേപ്പാളിൻ്റെ ഉള്ളിൽ ഒരു വില്ലേജിൽ വെച്ച് രേഖകളില്ലാത്ത ഒരു അമേരിക്കൻ സിറ്റിസനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേപ്പാളി വില്ലേജസ് ഇയാളെ കൈകാര്യം ചെയ്ത് അടിച്ചു എന്നാണ് കേൾക്കുന്നത്. ഡോക്യുമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഇല്ലീഗൽ അഡ്രസ് പ്രൂഫ് ചോദിച്ചൊന്ന് ഐഡൻറ്റിറ്റി ചോദിച്ചുകൊണ്ടുള്ള ചോദ്യത്തിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അയാൾ അഗ്രസീവായിട്ട് പെരുമാറി. അങ്ങനെ ഈ വില്ലേജസിന് ആക്രമിക്കേണ്ടി വന്നു. അങ്ങനെ അടിച്ചമർത്തി അവസാനം ഇപ്പം ഇന്ത്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് എന്തിനാണ് വന്നത്, എന്താണ് ഉദ്ദേശം. ഇതിനു മുമ്പ് നമ്മൾ മണിപ്പൂർ മേഖലയിൽ വെച്ചിട്ട് ഒരു വ്യക്തിയെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2ാമത്തെ കക്ഷിയാണ്. മണിപ്പൂരിലേക്ക് വന്നവനെ ഡൽഹിയിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസി ത്രൂ വന്നതാണോ, ഇല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ഇടപെടൽ ഇതിനകത്തുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
കാരണം ഈ ഡോക്യുമെൻ്റ് ഇല്ലാതെ വന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. ഇന്നലെ റഷ്യ 140 മിസൈലുകളും 145 ഡ്രോണുമാണ് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അയച്ചു വെച്ചത്. അത് മാക്സിമം ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ സെലൻസ്കി പറയുന്നുണ്ട്. പക്ഷേ നിരവധി ഏരിയകളിൽ ആക്രമണം അതിരൂക്ഷമായ നിലയിൽ നടന്നിട്ടുണ്ട് ഉക്രൈൻ്റെ ഉള്ളിൽ. കീവ് ഇന്നലെ മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റി തന്നെയായിരുന്നു. കീവ് നഗരം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് റഷ്യ നടത്തിയത്. കീവിൽ മാത്രമല്ല, സെപ്രോഷേഷ്യ, അതുപോലെ തന്നെ ഒഡേഷ, കെർസൺ, ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത്. ഈ ഒഡേഷ എന്ന് പറഞ്ഞ പോർട്ട്, അതാണിപ്പോൾ ഉക്രൈനിന് ആകെയുള്ള ഒരു പോർട്ട്, സീ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്. ആ പോർട്ടിൽ ഉക്രൈനിലേക്ക് വന്ന 7 ചരക്ക് കപ്പലുകൾക്ക് നേരെ റഷ്യ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ 107 കപ്പലുകൾക്ക് മേളിൽ ഉക്രൈൻ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ശക്തമായ രീതിയിൽ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ റഷ്യ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഉക്രൈൻ തീരങ്ങളിലേക്ക് അടുക്കുന്ന കപ്പലുകൾക്ക് നേരെ റഷ്യ ആക്രമണം നടത്തിയത്. പിന്നെ ഞാൻ മേൽപ്പറഞ്ഞ കീവിലായിക്കോട്ടെ, കേഴ്സണിലായിക്കോട്ടെ, സെപ്രോഷേഷ്യയിലായിക്കോട്ടെ, ഒഡീഷയിലായിക്കോട്ടെ, ഇവിടെയെല്ലാം തന്നെ 2000 മുതൽ 3000 പൗണ്ട് വെയിറ്റുള്ള ബോംബുകൾ ഉപയോഗിച്ചുള്ള മാസീവായിട്ടുള്ള ആക്രമണ രീതി, ഹെവി അറ്റാക്കിംഗ് രീതി റഷ്യ തുടങ്ങിയിട്ടുണ്ട്. മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബോംബിംഗ് അല്ല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഷ്വാലിറ്റീസും അതുകൊണ്ട് തന്നെ കൂടുന്നുണ്ട്. റഷ്യ 1 മണിക്കൂറിൽ 8 കപ്പലുകൾക്ക് നേരെയാണ് അറ്റാക്ക് നടത്തിയത്. ഉക്രൈൻ അതിന് പകരം വീട്ടൽ എന്നുള്ള നിലയിലാവാം റിറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ ശരിക്കും റഷ്യക്കുള്ളിൽ, ഉക്രൈൻ ബോർഡറിൽ നിന്നും റഷ്യക്കുള്ളിൽ 1500 കിലോമീറ്ററിനപ്പുറത്ത് ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗാസ്പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ കമ്പനിയുടെ റിഫൈനറിക്ക് നേരെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ 2 ആക്രമണങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള ആക്രമണങ്ങളാണ് റഷ്യക്കുള്ളിൽ ഉക്രൈൻ നടത്തിയത്. കാരണം അറിയാമല്ലോ, റഷ്യ ഓൾറെഡി തന്നെ ഓയിൽ ഷോർട്ടേജ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ റിഫൈനറികൾ അറ്റാക്ക് ചെയ്യുന്നത് റഷ്യക്ക് വീണ്ടും വീണ്ടും ദോഷം ചെയ്യും. ഉക്രൈൻ്റെ ഈ ഒരു റിഫൈനറി കേന്ദ്രീകരിച്ചുള്ള അറ്റാക്ക് അത് റഷ്യക്ക് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ ഉക്രൈൻ ഇന്നലെ റഷ്യയുടെ ഒരു കപ്പലിന് നേരെ ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇച്ചിരി വഷളാകാണ്. ഇന്ത്യ ഇറാനിയൻ അംബാസഡറിന് സമ്മൻസ് അയച്ച് വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്, കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 കപ്പലുകൾ, UAE നിന്നും പുറപ്പെട്ട 2 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ അറ്റാക്ക് നടത്തിയത്. ഇത് രണ്ടും തന്നെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്ന കപ്പലുകളാണ്. ഈ 2 കപ്പലുകളിലും ഉണ്ടായിരുന്നത് ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സാണ്. 46 ക്രൂ മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇതിൽ MT മംബോസ എന്ന് പറഞ്ഞ കപ്പലാണ് ആദ്യം ആക്രമിച്ചത്. അതിലാണ് 12 ഇന്ത്യക്കാരുണ്ടായിരുന്നത്. 11 പേരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാനില്ലായിരുന്നു. പിന്നീട് അയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് വന്നത്. അതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. അതിനടുത്ത് MT അൽബാഹിയ എന്ന് പറഞ്ഞൊരു കപ്പൽ, ഇതും UAE നിന്ന് തന്നെ പുറപ്പെട്ട കപ്പലാണ്. ആ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തി അതിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനെയും റെസ്ക്യൂ ചെയ്തെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ആ കപ്പലിൽ IRGC നടത്തിയ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. അപ്പം അങ്ങനെ 2 ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഈ ആഴ്ച കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇറാനെതിരെ കനത്ത അമർഷത്തിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു വിയോജിപ്പ്, കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ. ഇപ്പം നിലവിൽ അമേരിക്ക ഇറാനെതിരെ എണ്ണ വിൽക്കുന്നതിന് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് UAE നിന്നും പുറപ്പെടുന്ന കപ്പലുകളായതുകൊണ്ടാണ്. UAE-ക്കെതിരെ എന്നുള്ള നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതും. അൺഫോർച്ചുനേറ്റ്ലി UAE നിന്നും ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നത് ഇന്ത്യയിലോട്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും UAE തമ്മിലുള്ള ആ ഒരു റാപ്പോ റിലേഷൻഷിപ്പ്, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് നോക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ IRGC ടാർഗറ്റ് ചെയ്യുന്നത് UAE ആണ്. പക്ഷെ അവിടെ ഇന്ത്യക്കാരും കൂടി അഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇറാനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഇച്ചിരി വഷളാകുന്നുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇതിലിനി അടുത്ത എന്ത് സ്റ്റെപ്പ് സ്വീകരിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യയും UAE-യുമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. ഇന്ത്യയും UAE-യും ചേർന്നിട്ട് ഇറാനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് വ്യക്തമല്ല. They are targeting UAE, but it's affected India too. നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ക്ലോസ്ഡ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ട്രാഫിക് വളരെ ലോ ആണ്, വളരെ മിനിമൽ ട്രാഫിക്കാണ് ഇപ്പം അനുഭവപ്പെടുന്നത്. എണ്ണ വില കുതിച്ചുയർന്നിരിക്കുകയാണ്. ചരക്ക് നീക്കം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് പറയുന്നെങ്കിലും അതിലെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരുടെ കൺട്രോളിലായിട്ട് എന്ത് കാര്യമാണ്? ചരക്ക് ഗതാഗതം നിന്നില്ലേ. ഇനിയിപ്പോൾ ഇറാൻ്റെ കൺട്രോളായാലും എന്ത്, അമേരിക്കയുടെ കൺട്രോളായാലും എന്ത്.
ഇറാൻ്റെ ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷനാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. ഇറാൻ്റെ പാർലമെൻറ്റിൽ അവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവർ MOUവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും അമേരിക്കയുമായിട്ട് സൈൻ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇറാനിയൻ പാർലമെൻറ്റ് മെമ്പേഴ്സിൻ്റെ തീരുമാനം. അതുകൊണ്ട് ഇതിനു മുമ്പ് അബ്ബാസ് അറക്ചിയും ഗാലിബാഫൊക്കെ സൈൻ ചെയ്ത് ആ MOU തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു MOU ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ട്രംപ് ശക്തമായി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. യവന്മാരെ എനിക്ക് പണ്ടേ അറിയാം, വിശ്വാസമില്ല, വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണെന്നൊക്കെ ട്രംപ് എഴുതി കുറിച്ചിട്ടുണ്ട്. ട്രംപ് ഓൾറെഡി തന്നെ ഈ MOU നിലനിൽക്കുന്നില്ല, ഇനി ഇറാനുമായിട്ടൊരു സീസ് ഫയർ ഇല്ല എന്നാണ് ഇതിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ കിടന്ന് ചർച്ച നടത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏർലി മോർണിംഗ് അമേരിക്ക ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എയർപോർട്ട് ശക്തമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. ആ എയർപോർട്ടിലേക്ക് ഇറാനാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇറാൻ എണ്ണ വിൽക്കുന്നതിനെ സാങ്ഷൻ കൊണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും ആ ഉപരോധങ്ങളൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എണ്ണ വിൽക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇറാൻ അടുത്ത് ആരാണ് എണ്ണ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക നോട്ട് ചെയ്തിട്ട് അവർക്കെതിരെ ഇനി എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ അടിയായി. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇടുന്ന സാങ്ഷൻസ് ഒക്കെ അവർ അംഗീകരിക്കണം എന്നുള്ളത് നിർബന്ധമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനമെടുക്കാം. അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾ നിങ്ങളുടെ ഉപരോധങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ ഒരു രീതിയിലും കൺസിഡർ ചെയ്യുന്നില്ല, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ എണ്ണ വിൽക്കും എന്നാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. അതുപോലെ ഇറാൻ്റെ പാർലമെൻറ്റ് മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് പറഞ്ഞത് ആണവായുധം നിർമ്മിക്കണം, ആണവായുധം നിർമ്മിച്ച് അമേരിക്കയ്ക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്ന് ഇറാൻ്റെ പാർലമെൻറ്റ് മെമ്പേഴ്സ് പ്രഖ്യാപിച്ചത്, ഒരുമിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇസ്രായേൽ നോട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെയും ഒമാൻ്റെയും ബന്ധം ഇച്ചിരി വഷളായിരിക്കുകയാണ്, ഇറാൻ ഇന്ത്യ ബന്ധം ഇച്ചിരി വഷളായിരിക്കുകയാണ്, ഇറാൻ ന്യൂസിലാൻഡ് ബന്ധം ഇച്ചിരി വഷളായിരിക്കുകയാണ്. ന്യൂസിലാൻഡും കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ന്യൂസിലാൻഡിലുമുള്ളത്. സർവൻ എന്ന് പറഞ്ഞുള്ള എയർപോർട്ടിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ നടത്തിയത്. سرعوني من العزاء جا نند جالا جال نند وقت كلاي കൊനറാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എയർബേസ്, ഇറാൻ്റെ ഒരു എയർബേസ് അവിടെ ഉണ്ട്, IRGCയുടെ. ആ എയർബേസ് അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗോൾഫ് ക്ലാസ് ബോട്ട് കിഷ് ഐലൻഡിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കിഷ് ഐലൻഡിനെ ചുറ്റിപ്പറ്റി കിടന്ന കംപ്ലീറ്റ് ബോട്ടുകളും അമേരിക്കയുടെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. തകർത്ത് വെച്ചിട്ടുള്ള അറ്റാക്ക്, ആ ബോട്ടുകളൊക്കെ നിന്ന് കത്തുകയാണ് അവിടെ. കിഷ് ഐലാൻഡിൽ അമേരിക്ക നടത്തിയ അറ്റാക്കിലാണ് ഈ ബോട്ടുകൾ നശിപ്പിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് ട്രംപ് ഞങ്ങൾ ഇന്നും നാളെയും കണ്ടിന്യൂസ് ആയിട്ട് ആക്രമണങ്ങൾ നടത്തും, തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ളൊരു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.